അങ്ങനെയാണ് അമ്മയുടെ 7ാം ചരമദിനം ആഘോഷിക്കുമ്പോൾ ഞാൻ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് ബഹുമാനപ്പെട്ട ബിനു പണ്ടാരപ്പറമ്പിൽ അച്ഛനോട് ഞാൻ പറഞ്ഞു, എടാ ഇന്ന് എൻ്റെ അമ്മയുടെ 7ാം ചരമദിനത്തിന് ബലിയർപ്പിക്കാൻ വരുമ്പോൾ നീ 2 വാക്ക് പ്രസംഗം പറയണമെന്ന്. എടുത്ത വഴിക്ക് അവൻ പറഞ്ഞത് എന്നെക്കൊണ്ട് പറ്റത്തില്ലെന്ന്. അത് പറ്റാഞ്ഞിട്ടല്ല, പക്ഷേ ആദ്യം വളരെ സന്തോഷത്തോടുകൂടെ നിരാകരിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഒരു രക്ഷയില്ല, എൻ്റെ സ്നേഹത്തോടു കൂടിയ ഷാഠ്യത്തിൻ്റെ മുമ്പിൽ അവനത് ഏറ്റെടുക്കുകയായിരുന്നു. അധിക സമയമൊന്നും പറയില്ല, കൂടി വന്ന ഒരു 3 മിനിറ്റ്. അതിൻ്റെ കൂടി ചിലപ്പോൾ ഒരു പാട്ട് ഞാൻ പാടിന്നിരിക്കും, പക്ഷേ എനിക്ക് പറയാൻ അത്രയേ ഉള്ളൂ. എന്നിട്ട് സുവിശേഷ വായനയ്ക്ക് ശേഷം അവൻ പ്രസംഗിച്ചത് 3 മിനിറ്റ് മാത്രം. അതിൽ 1.5 മിനിറ്റേ പറഞ്ഞുള്ളൂ, ബാക്കി പാട്ടായിരുന്നു. അവൻ്റെ പറച്ചിലിങ്ങനെയായിരുന്നു, ഒരു മുന്നറിയിപ്പും ഇല്ലാതെ പെട്ടെന്ന് പകൽ വെളിച്ചത്തിൽ സൂര്യൻ അപ്രത്യക്ഷമായാൽ നമുക്കൊക്കെ വല്ലാത്തൊരു ഭയം ഉണ്ടാകും. അതുപോലെ ഒരു സുപ്രഭാതത്തിൽ ഒരു മുന്നറിയിപ്പുമില്ലാതെ സൂര്യൻ അസ്തമിച്ചു പോയതിൻ്റെ പേരിൽ ഭയപ്പെട്ട് നിൽക്കുന്നവൻ്റെ ബലിയർപ്പണത്തിലൂടെയാണ് നമ്മളിന്ന് കടന്നു പോകുന്നത്. അമ്മ ഒരു പകൽ വെളിച്ചമായത്, പക്ഷേ ആ വെളിച്ചം അസ്തമിച്ചുവെന്ന് പെട്ടെന്ന് നമുക്ക് തോന്നിപ്പോകും, പക്ഷേ അസ്തമിച്ചിട്ടില്ല. അത് വേറൊരു സ്ഥലത്ത് വേറൊരു രീതിയിൽ ഇങ്ങനെ ഉദിച്ചു നിൽക്കുന്നുണ്ട്. ആ ഉദിച്ചു നിൽക്കുന്ന ആ പ്രകാശത്തിലേക്ക് ചെന്നെത്തുക എന്നതാണ് ഇനി നിൻ്റെ ഒരേ ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞതിന് ശേഷം അവൻ ഈ പാട്ട് പാടി. മനസ്സിൻ മടി